ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നവും കൂടുതലായിട്ട് തുറന്നു പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു പ്രശ്നത്തെ പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ യോനിഭാഗം അല്ലെങ്കിൽ വെജൈനൽ കെയറിനെ കുറിച്ചും തുടയിലുണ്ടാകുന്ന കറുപ്പിനെയും കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പലർക്കും പല ഡൗട്ടുകൾ ഓൾറെഡി ഉണ്ടാവാറുണ്ട്. ആ ഒരു ഡൗട്ടുകളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് വെജൈനൽ ഭാഗത്തുണ്ടാകുന്ന ഹെയർ രോമത്തെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പല സ്ത്രീകൾക്കും പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യത്തിനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് എത്തിക്കുന്നത് തന്നെ. നമ്മളൊരു സ്ത്രീകളാവുമ്പോൾ യോനിഭാഗത്തുണ്ടാകുന്ന ഈ ഒരു ബ്ലാക്ക്നെസ് മാറ്റുന്നതിനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വെജൈനൽ ഭാഗത്തുണ്ടാകുന്ന ബ്ലാക്ക്നെസ് മൂലം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് എത്താറുണ്ട്. ഇപ്പോൾ കല്യാണ സമയമൊക്കെ എത്തിയിരിക്കുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വെജൈനൽ ഭാഗത്തുണ്ടാകുന്ന തുടഭാഗത്തെ കറുപ്പ്. അവർ സ്വാഭാവികമായിട്ട് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അവർക്ക് അമ്മമാരോട് തുറന്നു പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സുഹൃത്തിനോട് തുറന്നു പറയാൻ പറ്റത്തില്ല. ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പാർട്ട്ണറോട് തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോഴാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്രീമുകൾ കണ്ണിൽ കാണുന്ന എല്ലാം മേടിച്ച് നമ്മൾ ഇടാറുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ വരാറുണ്ട്. നമ്മൾ ഒരിക്കലും കണ്ണിൽ കാണുന്ന ക്രീമുകളൊന്നും ഒരിക്കലും ഇടരുത്. കാരണം നമ്മുടെ തുടഭാഗവും യോനിഭാഗവും വെജൈനിക് എന്ന് പറയുന്ന ഭാഗവും ഒക്കെ നമ്മുടെ വെറും മൃദുലമായ ഭാഗമാണ്. നമ്മുടെ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു ഭാഗവും കൂടിയാണ്. നമുക്ക് പല രീതിയിലുണ്ടാകുന്ന പ്രോബ്ലംസും വരാനൊക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കണ്ണിൽ കാണുന്ന ക്രീമുകളൊന്നും ആ ഒരു ഭാഗത്തേക്ക് ഇടാനുള്ള പാടില്ല. നമ്മൾക്ക് നമ്മുടേതായിട്ട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ ബ്ലാക്ക്നെസ് വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് പറഞ്ഞതിന് ശേഷം അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും കൂടാതെ തന്നെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു കറുപ്പ് വരുന്നത് സ്ത്രീകൾക്ക് എങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വണ്ണം വെച്ചൊരാളാണെങ്കിൽ വണ്ണം കുറയ്ക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ബ്ലാക്ക്നെസ് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമതായി പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആരും നല്ല കമ്പനി മെത്തേഡായിട്ടുള്ള പാൻറ്റീസ് ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല മെത്തേഡ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേണം നമ്മൾ പാൻറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. തുടഭാഗത്ത് പൊട്ടാനുള്ള ചാൻസ്, അത് മൂലം പൊട്ടുന്നത് മൂലം നമുക്കത് കുറച്ച് നാൾ കഴിയുമ്പം അത് ബ്ലാക്ക്നെസ് വരാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക്, അതായത് പെൺകുട്ടികളുള്ള അമ്മമാരും കേൾക്കേണ്ടതാണ്. അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അത് അവരുടെ ഭാവിയിലേക്ക് വളരെയധികം ഗുണങ്ങൾ കൂടി ചെയ്യും. അത് നമ്മൾ തുടക്കത്തിൽ നമ്മളെ കണ്ടായിരിക്കും നമ്മുടെ മക്കളത് ശീലിക്കേണ്ടത്. ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അടുത്തത്, അതായത് നമ്മൾ എല്ലാവരും ബാത്റൂമിൽ പോയിട്ട് വാഷ് ചെയ്യാറുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാൻറ്റീസ് അങ്ങ് എടുത്തിടാറാണ് പതിവുള്ളത്. പക്ഷേ എന്നാൽ നമ്മുടെ തുടഭാഗത്ത് ഈർപ്പം ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം നല്ലോണം ചിലവരൊക്കെ വാഷ് ചെയ്യാറുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ അത് വാഷ് ചെയ്യാതെ പോവാറുമുണ്ട്. അത് ഏറ്റവും കൂടുതൽ വാഷ് ചെയ്യണം. കാരണം നമുക്ക് പല രീതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് ഇടയാക്കാറുണ്ട്. അതുകൊണ്ട് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മറക്കരുത്. കുഞ്ഞുങ്ങളെയും കൂടി നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പാൻറ്റീസ് ഇടുമ്പോൾ ആ ഒരു വെള്ളം അതിലേക്ക് നമ്മുടെ പാൻറ്റീസിലേക്ക് ഇരുന്നിട്ട് അത് ഒരു ഇതായിട്ട് നമ്മുടെ തുടഭാഗത്തേക്ക് ഈർപ്പം നിലനിൽക്കും. കാരണം എയർ കയറാത്ത ഒരു ഭാഗമാണ് നമ്മുടെ തുടഭാഗം എന്ന് പറയുന്നത്, അതായത് യോനിഭാഗം. അവിടത്തേക്ക് കയറിയിട്ട് അത് ഈർപ്പം നിലനിന്നുകൊണ്ട് അവിടെ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ബ്ലാക്ക്നെസ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ടിഷ്യൂ കയ്യിലിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂ കയ്യിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം, നമ്മൾ നല്ലൊരു തുണി, നല്ല ക്ലീനായിട്ട് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ഒരു തുണി ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആ തുണി വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. നമ്മൾ തുണി വെച്ച് തുടയ്ക്കുമ്പോൾ നമ്മുടെ ഈർപ്പം നമ്മുടെ ആ ഒരു പാൻറ്റീസിലേക്ക് അബ്സർവ് ചെയ്യേണ്ട ഈർപ്പം എന്തോ ചെയ്യും,
അതങ്ങ് റിമൂവ് ആക്കി കളയും. റിമൂവ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഇടുക. അല്ലാതെ നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് ബ്ലാക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുമ്പോൾ ഈ ഒരു തുണിയും കൊണ്ട് പോകണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. ഒരിക്കലും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ കരുതുക. 1-2 ടിഷ്യൂ പേപ്പർ കയ്യിൽ കരുതുക. നിങ്ങൾ പുറത്ത് പോയി യൂറിൻ പാസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആ ഒരു ടിഷ്യൂ പേപ്പർ വേസ്റ്റ് കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈർപ്പം നിലനിൽക്കാതെ നമ്മുടെ ഭാഗത്ത് ഭാഗത്തെ ഈർപ്പം നിലനിർത്താതെ നമ്മുടെ തുടയെ സംരക്ഷിക്കാനും യോനി ഭാഗത്തെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് ഇടയാവാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് യൂറിൻ ഇൻഫെക്ഷൻ. കൂടാതെ തന്നെ നമ്മുടെ യൂറിൻ ഭാഗത്ത് ഉണ്ടാകുന്ന പല രീതിയിലുള്ള അലർജീസൊക്കെ. പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ ഗർഭപാത്ര മുഴ, ക്യാൻസറൊക്കെ. ഇത് നമ്മൾ ചെയ്യുന്ന അലസത മൂലമാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലംസൊക്കെ വളരെയധികം കൂടുതലായിട്ട് വരാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ വളരെയധികം ദോഷങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ മക്കൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്കത് മുന്നോട്ട് ചെയ്യാനും കൂടി അവർക്കൊരു മനസ്സ് വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മൈൻഡിലിരിക്കുകയും അവരുടെ അത് മുന്നോട്ട് അത് തുടരാനുമുള്ളൊരു ചാൻസ് വളരെ കൂടുതലായിരിക്കും കുഞ്ഞുങ്ങളിൽ. ഞാൻ എൻ്റെ മക്കൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് പേരിൽ കണ്ടുവരുന്നൊരു അലസതമായിട്ടുള്ളൊരു സ്വഭാവമാണ്. ഇപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ചിലർ പാൻറ്റീസ് മാറ്റുന്നത്. അതങ്ങനെ പാടില്ല. നമ്മൾ റെഗുലറായിട്ട് പാൻറ്റീസ് മാറ്റണം. നമ്മൾ പാൻറ്റീസ് മാറ്റിയില്ല എങ്കിൽ നമ്മുടെ തുടഭാഗത്തുണ്ടാകുന്ന ബ്ലാക്ക്നെസ് കൂടാനും വരാനും വളരെയധികം ചാൻസാണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും പാൻറ്റീസ് 2 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് ആയാലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു തുണി വേണമെന്ന്, ആ ഒരു തുടയ്ക്കുന്ന തുണിയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെറ്റോളിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നല്ല ചൂടുള്ള വെയിലത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അതിലുണ്ടാവുന്ന അണുക്കളെയെല്ലാം നിർവീര്യമാക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഇപ്പോൾ പീരീഡ്സ് ആയിരിക്കുന്നവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പീരീഡ്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പാഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്കൊരു 7 ഡേയ്സ് 12 ഡേയ്സൊക്കെ ചിലർക്ക് നമുക്ക് പാഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എയറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കയറാതെ വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഈർപ്പം നിലനിന്നുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് ബ്ലാക്ക്നെസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു 6 hour കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാഡ് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളത് നിർവീര്യമാക്കണം. അത് യൂസ് ചെയ്തതിന് ശേഷം അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് പാഡ് മാറ്റാൻ ബുദ്ധിമുട്ട്, നിങ്ങളിപ്പം കോളേജിൽ പോകുന്നവരാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്കൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന പാഡ് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ പാഡ് എടുത്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യുന്നതിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് എന്നതിനൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അത് എവിടെയെങ്കിലും കളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമോ ആരെങ്കിലും കാണുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കീറിയാൽ മതി. ബാക്ക് വശത്ത് ഇങ്ങനെ കീറുമ്പോഴത്തേക്ക് അത് ഓപ്പണായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് സ്പോഞ്ച് നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോസറ്റിലേക്ക് റിമൂവ് ചെയ്യുക. അതിനുശേഷം നല്ലോണം ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറും. അല്ലാതെ നമ്മളത് വേറെ കാണുന്നിടത്തൊന്നും വലിച്ചെറിഞ്ഞിട്ടൊന്നും പോകാനൊന്നും പാടില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു പാവം ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളത് യൂസ് ചെയ്തിട്ട് അതിന് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും പാഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പാഡുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. 6 hour കൂടുതൽ നിങ്ങൾ വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓവറായിട്ട് ബ്ലീഡിങ്സ് വരുന്നവരാണെങ്കിലും അതായത് രീതിയിലായിട്ട് ശ്രദ്ധിക്കാൻ നോക്കണം. കൂടുതലായിട്ട് ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പല ദോഷങ്ങളും വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തുടഭാഗത്ത് യോനി ഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക്നെസ് വരുന്നതിനുള്ള കാരണങ്ങളൊക്കെ. ഫേസിനിടുന്ന ക്രീംസ് ഒരിക്കലും ഫേസിനല്ലാതെ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ഇടാനായിട്ട് പാടില്ല. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ക്രീം എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രീംസാണ്. ഇപ്പോൾ കോക്കനറ്റിൻ്റെ മിൽക്ക് എടുക്കുക. അതായത് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്കത് റിമൂവ് ചെയ്യാതിരുന്നാലും അത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു രാത്രി മൊത്തം നമുക്കത് വെച്ചോട്ട് വേണമെങ്കിൽ കിടക്കാവുന്നതാണ്.
നമ്മുടെ ആ ഭാഗത്തുണ്ടാകുന്ന ബ്ലാക്ക്നെസ് മാറ്റുന്നതിനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായി പറയാൻ പോകുന്നത്, നമ്മളൊരു കഷ്ണം, നമുക്കൊരു പൊട്ടറ്റോ എടുക്കുക. പൊട്ടറ്റോ ഒരു ഗ്രേറ്ററിനകത്ത് വെച്ചിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അരിപ്പ വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. എടുത്തതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് തെളിയാനായിട്ട് വെക്കുക. തെളിയാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് അതിൻ്റെ നീര് പോകുന്നതായിട്ട് കാണാം. അതായത് ആ ഒരു നമ്മുടെ പൊട്ടറ്റോയുടെ സത്ത് അതിലേക്ക് അടിഞ്ഞുകൂടും, താഴെ ഭാഗത്തേക്ക് അതിൻ്റെ അടിഞ്ഞുകൂടും. അതാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമ്മൾ എന്തോ ചെയ്യണം, അതിനെ അങ്ങ് മാറ്റുക. മാറ്റിന് ശേഷം അടിഭാഗത്ത് കാണുന്ന ഒരു ജസ്റ്റ് ഒരു കട്ടി പോലിരിക്കുന്ന അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇഞ്ചി നീര് പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് അതിൻ്റെ ഒരു സത്ത് വന്ന് കിടക്കില്ല, അതാണ് നമുക്ക് വേണ്ടത്. അതെടുത്തിട്ട് അതിലേക്ക് ഒരു ആപ്പിൾ സൈഡ് വിനാഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കൂടാതെ തന്നെ നമുക്കിടെ ഏറ്റവും കൂടുതലായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ നീര്, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തേച്ച് പിടിപ്പിക്കാവുന്ന ഒന്നാണ്. അതിനുശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. അതുതന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അത് നമുക്കൊരു 5 മിനിറ്റ് മാത്രം നമുക്ക് വെക്കാവുന്ന മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കത് റിമൂവ് ചെയ്യാം. അതായത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ, എല്ലാവരുടെയും വീട്ടിൽ തക്കാളിക്ക അവൈലബിൾ ആണ്. തക്കാളിക്ക ജ്യൂസ് അടിക്കുക. ജ്യൂസ് അടിച്ചതിന് ശേഷം ഒരു തക്കാളിക്ക എടുത്ത് നമ്മൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരാഴ്ചയോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്ക് നമുക്ക് കിട്ടും. നമ്മൾ അതിലേക്ക് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ജ്യൂസ് അടിച്ചിട്ട് ബാക്കി നമ്മളൊരു പാത്രത്തിലായിട്ട് സൂക്ഷിക്കുക. അതിൽ നിന്ന് 1 സ്പൂൺ നമ്മൾ എടുക്കുക. 1 സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടലമാവോ റൈസ് പൗഡറോ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പേസ്റ്റ് രീതി കിട്ടുന്ന സംഭവം നമ്മുടെ യോനി ഭാഗത്ത്, വെജനിങ്ങിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മുടെ കൈപ്പശത്തുണ്ടാവുന്ന ബ്ലാക്ക്നെസ് മാറ്റുന്നതിനും കൂടി ഇത് നല്ലൊരു കംഫർട്ടബിളായ ഒരു സംഭവം തന്നെയാണ്, ഒരു പാക്കാണ്. അവിടെയും കൂടി നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കൈകളിലും മുട്ടുകളിലൊക്കെ നമുക്ക് ബ്ലാക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെയും തേച്ച് കൊടുക്കാവുന്ന ഒന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തതായി പറയാൻ പോകുന്നത്, നമുക്ക് ഹെയർ റിമൂവ് ചെയ്യുന്നത്, അതായത് യോനി ഭാഗത്തെ വെജനിങ് ഭാഗത്തെ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് പലർക്കും പല ഡൗട്ട്സുകളുണ്ട്. അതെങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുറിയുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഷേവ് ചെയ്യുന്നവരായിരിക്കും വളരെ കൂടുതലായിട്ട്. അതായിരിക്കുന്ന ഒരു ഇതിലനുസരിച്ചാണെങ്കിൽ നമ്മൾ സ്കിന്നിനകത്തുനിന്ന് ഹെയർ റിമൂവ് ചെയ്യുന്നത് ബ്ലേഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ത്രെഡിങ്ങിനകത്താണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ത്രെഡ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റാത്തൊരു ഭാഗമായതുകൊണ്ട് തന്നെ ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ട് വേണം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ട് ഒരിക്കലും അടുത്ത സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ ആ ഒരു ബ്ലേഡ് നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യണം എങ്കിൽ നിങ്ങളത് ഡെറ്റോൾ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കഴിവതും നിങ്ങൾ ആ ഒരു വട്ടം ഉപയോഗിച്ച ബ്ലേഡ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നിങ്ങൾക്കൊരു മെത്തേഡാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇപ്പം ഷേവിങ് സെറ്റ് കിട്ടും അവൈലബിളായിട്ട്. ലേഡീസിനെല്ലാം ഏറ്റവും കൂടുതലായിട്ട് കയ്യിലെയും ഒക്കെ വാക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഷേവിങ് ബ്ലേഡ്സ് ആണ്. അതിനകത്താണെങ്കിൽ എല്ലാം കൂടി ഉള്ളതാണ്, അതിനകത്ത് സോപ്പും എല്ലാം കൂടി ഉള്ളൊരു സെറ്റാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിളാണ്. നമുക്ക് പല രീതിയിലായിട്ട് അത് മഴകി കിട്ടും. അതായത് പല ഭാഗത്തേക്ക് നമുക്ക് ചെയ്യാനൊക്കെ സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവരും പലരും ചെയ്യാറുള്ളൊരു സംഭവമായിരിക്കും യൂസ് ചെയ്തിട്ട് നമ്മൾ വാക്സിൻ ചെയ്യാറുള്ളത്. അത് ഏറ്റവും നല്ലതാണ്. പക്ഷേ എന്നാൽ തന്നെയും അതിന് കുറച്ച് ദോഷങ്ങളും കൂടിയുണ്ട്. അതും കൂടി പറയാം ഞാൻ. ഇപ്പോൾ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് കുറച്ച് പേർക്കെങ്കിലും ബ്ലാക്ക്നെസ് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുടെ സ്കിന്ന് ആ ഒരു ക്രീമുമായിട്ട് കംഫർട്ടബിളായി പോകാത്തത് കൊണ്ടാണ് അങ്ങനൊരു ദോഷം വരുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആ ഒരു യോനി ഭാഗത്തേക്ക്, വെജനിങ് ഭാഗത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് ക്രീം എടുക്കുക, നിങ്ങളുടെ കൈകളുടെ ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിക്കുക. അതായത് ഹെയർ ഉള്ള ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ആ ഒരു വാക്സിൻ ക്രീം തേച്ച് പിടിപ്പിക്കുക. ഫെമ്മിൻ്റെ ആയാലും വേറെ പല പ്രോഡക്റ്റുകളും ഉണ്ട്. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൈകളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളെന്തോ ചെയ്യണം, അതൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഇടാം. പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇനി ആ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. നമ്മളുടെ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ചിലർക്ക് ബ്ലാക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ബുദ്ധിമുട്ട് മൂലമൊക്കെ ചിലർക്ക് ബ്ലാക്ക്നെസ് അത് അലർജി വന്നിട്ടുണ്ടാവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആ ഒരു സമയത്തുണ്ടാകുന്നത് നിങ്ങൾക്കത് റെഗുലറായി നിൽക്കും എന്ന് നിങ്ങൾക്ക് പേടിക്കേണ്ട. നമുക്കത് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ആ ഒരു പാടൊക്കെ നമുക്ക് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എൻ്റെ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോപ്പ് യൂസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് സോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് കൂടുതലും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന രീതിയിലുള്ള സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് നമുക്ക് നമ്മുടെ നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക. കെമിക്കൽസ് അധികമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സോപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റാത്ത പല പെൺകുട്ടികൾക്കും അത് യൂസ് ആവട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. കാരണം പലർക്കും ഈ ഒരു സാഹചര്യം എനിക്കിതാണ് ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഹസ്ബൻഡിനോട് പറയാൻ പറ്റത്തില്ല, നമ്മുടെ പേരൻസിനോടൊന്നും പറയാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എന്നെനിക്കറിയാം. കാരണം സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ആരോടും നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് നോക്കുക. പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ യൂറിൻ ഇൻഫെക്ഷനിൽ നിന്നും നമ്മുടെ ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുഴകളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാനും ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് നമ്മുടെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ. ഏറ്റവും തരത്തിലുണ്ടാകുന്ന മുഴ മൂലം പിന്നെ ക്യാൻസറിലേക്കൊക്കെ എത്തുന്നത് അത് നമ്മുടെ സേഫ്റ്റി കുറവ് മൂലമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് യോനി ഭാഗം എന്ന് പറയുന്നത്. വെജൈനി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സേഫ്റ്റി ആയിട്ട് നോക്കിയാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ഭാവിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും വന്ധ്യതയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന 3 ഓപ്ഷൻ വരുന്നതിനകത്ത് മുകളിലത്തെ ഓപ്ഷൻ ഓൾ എന്നുള്ളതിനകത്ത് അമർത്താൻ കൂടി മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.